നമസ്കാരം. ശ്രീനിവാസ രാമാനുജൻ. ഈ പേര് ഒരു പക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഗണിതശാസ്ത്രത്തിലെ ഒരു മാന്ത്രികൻ. അദ്ദേഹത്തിന്റെ പ്രതിഭ എവിടെ നിന്നാണ് വന്നത്? ചിലർ വിശ്വസിക്കുന്നത് അത് ദൈവികമായിരുന്നു എന്നാണ്. നമുക്ക് ആ അത്ഭുതകരമായ കഥയിലേക്ക് കടന്നു ചെല്ലാം. കഥ തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ കുംഭകോണം എന്ന ഒരു ചെറിയ പട്ടണത്തിലാണ്. അവിടെ ഒരു കുട്ടിയുണ്ടായിരുന്നു, രാമാനുജൻ. അദ്ദേഹത്തിന് രാത്രി സ്വപ്നങ്ങളിൽ ചില വെളിപാടുകൾ കിട്ടുമായിരുന്നു. പക്ഷെ അതൊന്നും സാധാരണ സ്വപ്നങ്ങളായിരുന്നില്ല. വളരെ സങ്കീർണമായ ഗണിത സമവാക്യങ്ങൾ നാമഗിരി ദേവി നേരിട്ട് തന്റെ നാവിൽ എഴുതിത്തരുന്നതാണെന്നാണ് അദ്ദേഹം വിശ്വസിച്ചിരുന്നത്. അപ്പോ ആരായിരുന്നു ഈ രാമാനുജൻ? നമുക്ക് അദ്ദേഹത്തിന്റെ കഥയുടെ തുടക്കത്തിലേക്ക് പോകാം. ആ ലളിതമായ ജീവിതത്തിൽ നിന്ന് എങ്ങനെയാണ് ഇത്രയും അസാധാരണമായൊരു പ്രതിഭ ഉയർന്നുവന്നതെന്ന് നോക്കാം. രാമാനുജന്റെ കുട്ടിക്കാലം നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നുമായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. ദാരിദ്ര്യം, അസുഖങ്ങൾ. ഓർത്തുനോക്കൂ, അച്ഛന്റെ മാസവരുമാനം വെറും 20 രൂപയായിരുന്നു. 2ാം വയസ്സിൽ വസൂരി അതിജീവിച്ചെങ്കിലും തന്റെ കൂടെപ്പിറപ്പുകളിൽ 3 പേരെ അദ്ദേഹത്തിന് ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു. ഒരു സാധാരണ ഗ്രാമീണ സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം തുടങ്ങിയത്. അങ്ങനെയിരിക്കെയാണ് അദ്ദേഹത്തിന്റെ ജീവിതം മാറ്റിമറിച്ച ആ പുസ്തകം കയ്യിൽ കിട്ടുന്നത്. തെളിവുകളൊന്നുമില്ലാത്ത, ഏകദേശം 5000 ഗണിത സിദ്ധാന്തങ്ങളും ഫോർമുലകളും മാത്രമുള്ള ഒരു പുസ്തകം. ഇത് രാമാനുജനൊരു നിധി കിട്ടിയ പോലെയായിരുന്നു. ഓരോ സിദ്ധാന്തവും സ്വന്തമായി തെളിയിക്കുക എന്നത് അദ്ദേഹം ഒരു വെല്ലുവിളിയായി ഏറ്റെടുത്തു. അതായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പരിശീലന കളരി. പക്ഷേ ഈ പ്രതിഭയ്ക്ക് ഔദ്യോഗിക വിദ്യാഭ്യാസത്തിന്റെ ലോകം അത്ര എളുപ്പമായിരുന്നില്ല. ഗുമസ്തനായി ഒതുങ്ങിപ്പോകേണ്ട ആളായിരുന്നില്ല രാമാനുജൻ. തന്റെ കണ്ടെത്തലുകൾ ലോകം അംഗീകരിക്കണം എന്ന അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ യാത്രയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെയാണ് രാമാനുജന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിരോധാഭാസം. കണക്ക് പരീക്ഷയാണെങ്കിൽ 3 മണിക്കൂറുള്ള പരീക്ഷ വെറും 30 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കും. അതും സ്വന്തമായി കണ്ടുപിടിച്ച വഴികളിലൂടെ. പക്ഷേ ഇംഗ്ലീഷും ശരീരശാസ്ത്രവുമൊക്കെ വന്നപ്പോഴോ സ്ഥിരം തോൽവി. അവസാനം സ്കോളർഷിപ്പ് വരെ നഷ്ടപ്പെട്ടു. ഒരു ശരീരശാസ്ത്ര പരീക്ഷയുടെ പേപ്പറിൽ അദ്ദേഹം എഴുതിയത് ഇതെന്റെ ദഹിക്കാത്ത ഉൽപ്പന്നമാണ് എന്നായിരുന്നു. ചിന്തിച്ചു നോക്കൂ. ജോലിയില്ലാതെ വിവാഹിതനായ സുഹൃത്തുക്കളുടെ സഹായത്തോടെയാണ് അദ്ദേഹം കഴിഞ്ഞിരുന്നത്. അക്കാലത്താണ് ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റിയുടെ സ്ഥാപകൻ വി രാമസ്വാമി അയ്യരെ കണ്ടുമുട്ടുന്നത്. അതൊരു വഴിത്തിരിവായി. പിന്നീട് ആർ രാമചന്ദ്ര റാവുവിനെ പോലുള്ളവർ രാമാനുജന്റെ പ്രതിഭയെ തിരിച്ചറിഞ്ഞ് ചെറിയൊരു സാമ്പത്തിക സഹായം നൽകാൻ തുടങ്ങി. അങ്ങനെയാണ് 1911 അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രബന്ധം പ്രസിദ്ധീകരിക്കുന്നത്. ഒടുവിൽ മദ്രാസ് പോർട്ട് ട്രസ്റ്റിൽ ഒരു ഗുമസ്തനായി ഒരു സ്ഥിരം ജോലിയും കിട്ടി. പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സ് അപ്പോഴും അക്കങ്ങളുടെ ലോകത്തായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് 1913 ജനുവരി 16 ചരിത്രപരമായ ആ സംഭവം നടക്കുന്നത്. മദ്രാസിലെ ഒരു സാധാരണ ഗുമസ്തന്റെ കയ്യിൽ നിന്നും ഒരു കത്ത് ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് സർവകലാശാലയിലേക്ക് എത്തുന്നു. അത് ചെന്നെത്തിയത് അക്കാലത്തെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞനായ GH ഹാഡിയുടെ കൈകളിലാണ്. ഹാഡിക്ക് കിട്ടിയ ആ കത്തിൽ അവിശ്വസനീയമായ പല കണ്ടെത്തലുകളും ഉണ്ടായിരുന്നു. അതിലൊന്നായിരുന്നു പാർട്ടീഷനുകൾ. എന്താണ് ഈ പാർട്ടീഷൻ എന്ന് ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? വളരെ സിമ്പിളാണ്. ഒരു സംഖ്യയെ അതിലും ചെറിയ സംഖ്യകളുടെ തുകയായി എത്ര വ്യത്യസ്ത രീതിയിൽ എഴുതാം, അതാണ് പാർട്ടീഷൻ. നമുക്കൊരു ഉദാഹരണം നോക്കാം. 5 എന്ന സംഖ്യയെ എങ്ങനെയൊക്കെ എഴുതാം? 5 എന്ന് തന്നെ എഴുതാം. അല്ലെങ്കിൽ 4 കൂട്ടണം 1, അതുമല്ലെങ്കിൽ 3 കൂട്ടണം 2. അങ്ങനെ പോയി 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 കൂട്ടണം 1 വരെ. നോക്കൂ, മൊത്തം 7 വഴികൾ. ഇപ്പോൾ ഐഡിയ കിട്ടിയില്ലേ? ശരി, 5ന്റെ കാര്യം എളുപ്പമാണ്. എന്നാൽ 200 എന്ന സംഖ്യയെ എത്ര രീതിയിൽ ഇങ്ങനെ എഴുതാൻ പറ്റുമെന്നറിയാമോ? ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെറ്റും. ഏകദേശം 4 ട്രില്യൺ വഴികളുണ്ട്. ഓർക്കണം, കാൽക്കുലേറ്ററുകളോ കമ്പ്യൂട്ടറുകളോ ഇല്ലാത്ത കാലത്ത് രാമാനുജൻ ഇത്തരം സംഖ്യകളെക്കുറിച്ചാണ് ചിന്തിച്ചിരുന്നത്. അവിശ്വസനീയം അല്ലേ? ഹാഡിയുടെ ക്ഷണം സ്വീകരിച്ച് രാമാനുജൻ ഇംഗ്ലണ്ടിലെത്തി. പക്ഷേ അത് 2 ലോകങ്ങളുടെ ഒരു കൂടിച്ചേരലായിരുന്നു. സഹജാവബോധവും കണിശമായ യുക്തിയും തമ്മിലുള്ള ഒരു വലിയ സംഘട്ടനം തന്നെയായിരുന്നു അത്. ഇവർ 2 പേരും 2 ധ്രുവങ്ങളിലായിരുന്നു. രാമാനുജന്റെ ഗണിതം വരുന്നത് സ്വപ്നങ്ങളിൽ നിന്നും, നാമഗിരി ദേവിയുടെ അനുഗ്രഹത്തിൽ നിന്നുമാണ്. അദ്ദേഹത്തിന് ഉത്തരങ്ങള് ഒരു മിന്നായം പോലെ മനസ്സിൽ തെളിയും. പക്ഷെ ഹാർഡി അങ്ങനെയല്ല. അദ്ദേഹത്തിന് ഓരോന്നിനും കൃത്യമായ തെളിവ് വേണം. ഓരോ സ്റ്റെപ്പും യുക്തിസഹമായിരിക്കണം. ഈ 2 വ്യത്യസ്ത ശൈലികൾ ഒരുമിച്ചപ്പോ അത് ഗണിതലോകത്ത് ഒരു പുതിയ ചരിത്രം കുറിക്കുകയായിരുന്നു. പക്ഷേ കേംബ്രിഡ്ജിലെ ജീവിതം രാമാനുജന് പൂമെത്തയായിരുന്നില്ല.
ഒന്നാം ലോകമഹായുദ്ധത്തിന്റെ കാലം, ഭക്ഷണത്തിന് ക്ഷാമം. കടുത്ത സസ്യാഹാരിയായ അദ്ദേഹത്തിന് ഇത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി. ഇംഗ്ലണ്ടിലെ തണുപ്പ് സഹിക്കാൻ അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. ഒരു പുതപ്പ് എങ്ങനെ ഉപയോഗിക്കണമെന്നോ ഫയർ പ്ലേസ് എങ്ങനെ കത്തിക്കണമെന്നോ പോലും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. സാംസ്കാരികമായി അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടു. ഇതൊക്കെ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ വല്ലാതെ ബാധിച്ചു. ഇത്രയേറെ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരുടെ സഹകരണം അത്രയേറെ മനോഹരമായിരുന്നു. ഹാർഡി പിന്നീട് പറഞ്ഞതിങ്ങനെയാണ്: എന്റെ ജീവിതത്തിലെ ഏറ്റവും സവിശേഷമായ സന്തോഷകരമായ സഹകരണം അത് രാമാനുജനോടൊപ്പമുള്ളതായിരുന്നു. രാമാനുജന്റെ ജീവിതം ഒരു ഗ്രാഫ് പോലെയായിരുന്നു. കരിയർ കുത്തനെ മുകളിലേക്ക് പോയപ്പോൾ ആരോഗ്യം അതേ വേഗത്തിൽ താഴേക്ക് വന്നു. പ്രതിഭയ്ക്ക് അദ്ദേഹം നൽകേണ്ടി വന്ന വില വളരെ വലുതായിരുന്നു. അദ്ദേഹത്തിന്റെ കേംബ്രിഡ്ജ് വർഷങ്ങൾ നോക്കൂ. 1914 ഹാർഡിയുമായി സഹകരണം തുടങ്ങുന്നു. 2 വർഷം കൊണ്ട് 1916 ആവുമ്പോഴേക്കും 21 പ്രബന്ധങ്ങളാണ് പ്രസിദ്ധീകരിച്ചത്. ഒരു തരം വിസ്ഫോടനം തന്നെയായിരുന്നു അത്. പക്ഷെ 1917 ആയപ്പോഴേക്കും ആരോഗ്യം പൂർണ്ണമായി തകർന്നു. ഇതിനിടയിലും 1918 സാക്ഷാൽ ഐസക് ന്യൂട്ടണും ചാൾസ് ഡാർവിനും ഉറ്റ അംഗങ്ങളായ റോയൽ സൊസൈറ്റിയിലേക്ക് അദ്ദേഹത്തെ ഫെലോ ആയി തിരഞ്ഞെടുത്തു. പക്ഷേ അധികം വൈകാതെ 1919 ഗുരുതരാവസ്ഥയിൽ അദ്ദേഹത്തിന് ഇന്ത്യയിലേക്ക് മടങ്ങേണ്ടി വന്നു. രോഗം മൂർച്ഛിച്ച് ആശുപത്രിയിൽ കിടക്കുമ്പോഴും രാമാനുജന്റെ മനസ്സ് സംഖ്യകളോടൊപ്പം സഞ്ചരിക്കുകയായിരുന്നു. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് പ്രശസ്തമായ ടാക്സി ക്യാബ് സംഭവം. ഒരു ദിവസം ഹാർഡി അദ്ദേഹത്തെ കാണാൻ വന്നു. അദ്ദേഹം വന്ന ടാക്സിയുടെ നമ്പർ അത്ര രസകരമല്ലാത്തൊരു സംഖ്യയാണെന്ന് ഹാർഡി പറഞ്ഞു. ആ സംഖ്യ 1729 ആയിരുന്നു. അപ്പോൾ തന്നെ ക്ഷീണിതനായി കിടക്കുകയായിരുന്ന രാമാനുജൻ പറഞ്ഞു, അല്ല ഹാർഡി, അതൊരു രസകരമല്ലാത്ത സംഖ്യയല്ല. 2 വ്യത്യസ്ത രീതികളിൽ 2 ക്യൂബുകളുടെ തുകയായി എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണത്. അതായത് 12ന്റെ ക്യൂബും 1ന്റെ ക്യൂബും കൂട്ടിയാലും 10ന്റെ ക്യൂബും 9ന്റെ ക്യൂബും കൂട്ടിയാലും കിട്ടുന്നത് 1729 ആണ്. ഓർക്കണം, ഇതൊന്നും അദ്ദേഹം കണക്കുകൂട്ടി പറഞ്ഞതല്ല. സംഖ്യകൾ അദ്ദേഹത്തിന് സുഹൃത്തുക്കളെപ്പോലെയായിരുന്നു. അദ്ദേഹം ഈ ലോകം വിട്ടുപോയിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞു. പക്ഷേ രാമാനുജൻ എന്ന പ്രതിഭ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിന്റെ പൈതൃകം അനന്തമാണ്. മരണക്കിടക്കയിൽ വെച്ചാണ് അദ്ദേഹം മോക്ക് തീറ്റ ഫംഗ്ഷനുകൾ എന്ന പുതിയൊരാശയം രൂപപ്പെടുത്തിയത്. അന്നത് ആർക്കും പൂർണ്ണമായി മനസ്സിലായില്ല. പക്ഷേ ഇന്ന് തമോഗർത്തങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളിൽ ശാസ്ത്രജ്ഞർ ഈ ഫംഗ്ഷനുകൾ ഉപയോഗിക്കുന്നു. അദ്ദേഹത്തിന്റെ പഴയ നോട്ട്ബുക്കുകളിലെ ആശയങ്ങൾ സ്ട്രിംഗ് തിയറിയിലും ക്യാൻസർ ഗവേഷണത്തിൽ വരെ ഇന്നും പുതിയ വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞൊരു കാര്യമുണ്ട്: രാമാനുജന്റെ ഹ്രസ്വമായ ജീവിതവും മരണവും ഇന്ത്യയിലെ സാഹചര്യങ്ങളുടെ പ്രതീകമാണ്. നമ്മുടെ ലക്ഷക്കണക്കിന് ജനങ്ങളിൽ എത്ര പേർക്കാണ് ശരിയായ വിദ്യാഭ്യാസം പോലും ലഭിക്കുന്നത്? വളരെ ശരിയല്ലേ? ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. രാമാനുജനെപ്പോലെ ലോകം തിരിച്ചറിയുന്നതിനു മുൻപേ എത്രയെത്ര പ്രതിഭകളാണ് ഓരോ വർഷവും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്? ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്.